ഹലോ കുട്ടികളെ, ഇന്ന് നടന്ന 9ാം സ്റ്റാൻഡേർഡിലെ മാത്സ് പരീക്ഷയുടെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഓഫ് ഏരിയ 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ഈസ്. ആൻസർ ബി ആണ്, √10 സെൻറ്റിമീറ്റേഴ്സ്. രണ്ടാമത്തെ ചോദ്യം, എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 3 ഈക്വൽസ് എക്സ് വൈ പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ്. ആൻസർ 9 ആണ്. ഇവിടെ 3 ഇൻറ്റു 3 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 9. Third question, in the picture the lines AP, BQ, CR are parallel. AB equals 2 cm, PQ equals 3 cm, QR equals 9 cm, BC equals dash. ഇവിടെ ഈ 3 ലൈൻസ് പാരലൽ ആയതുകൊണ്ട് നമുക്ക് ആ റേഷ്യോ ഉപയോഗിച്ച് ഇവിടെ ബി സി കിട്ടുന്നതാണ്. AB ബൈ ബി സി ഈക്വൽസ് PQ ബൈ R എന്ന റേഷ്യോ ഉപയോഗിച്ച് ബാക്കി വാല്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ ആൻസർ 6 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. അടുത്തത്, there are 50 balls blue and yellow in a box. Number of blue balls is 10 more than yellow. Number of yellow balls is balls. Fourth question, there are 50 balls blue and yellow in a box. Number of blue balls is 10 more than yellow. Number of yellow balls in the box is. ഇവിടെ ബ്ലൂ ബോൾസും യെല്ലോ ബാൾസും ആകെയുള്ളത് 50 ആണ്. ബ്ലൂ ബാൾസിൻ്റെ എണ്ണം യെല്ലോ ബാളിനേക്കാൾ 10 കൂടുതലാണ്. അപ്പോൾ ഈ ബിയുടെ പ്ലേസിൽ നമുക്ക് 10 + y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വൈയുടെ വാല്യൂ നമുക്ക് 20 എന്ന് കിട്ടും. ഇവിടുത്തെ ആൻസർ 20 ആണ്. അഞ്ചാമത്തെ ചോദ്യത്തിൽ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. അതായത് വി ക്യാൻ ഡ്രോ 3 മീഡിയൻസ് ഫോർ എ ട്രയാങ്കിൾ, അതുപോലെ ഓൾ ദ മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ പാസ് ത്രൂ എ സിംഗിൾ പോയിന്റ്. ഇത് വരുന്നത് ബി ഓപ്ഷനിലാണ്. ആറാമത്തെ ചോദ്യം, എ നമ്പർ ലീവ്സ് റിമൈൻഡർ 2 ആൻഡ് അനദർ നമ്പർ ലീവ്സ് റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 5. ദെൻ ദ റിമൈൻഡർ ഗോട്ട് ബൈ ഡിവൈഡിങ് ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ബൈ 5. അപ്പോൾ ഏതോ 2 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ നമ്പറിൻ്റെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2ഉം രണ്ടാമത്തെ നമ്പറിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 3ഉം ആണെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കാൻ ജസ്റ്റ് ആ റിമൈൻഡറുകളുടെ പ്രോഡക്റ്റ് എടുക്കുക, അതിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 1. അപ്പോൾ ആൻസർ എത്രയാണ്? 1. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിരുന്നത്. ഇതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ റീസണുമാണ്. എട്ടാമത്തെ ചോദ്യവും സ്റ്റേറ്റ്മെൻറ്റുകളാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സി ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. ഒൻപതാമത്തെ ചോദ്യം ഒരു ഡ്രോയിങ് ആയിരുന്നു. നിങ്ങൾ ഡ്രോയിങ് വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 10th question, the sum of 2 numbers is 33 and their difference is 15. What are the numbers? ഇപ്പോൾ 2 നമ്പേഴ്സ് എക്സ് എന്നും വൈ എന്നും എടുത്ത് സം 33 ആയിട്ടും ഡിഫറൻസ് 15 ആയിട്ടും എടുക്കുക. 2 ഇക്വേഷൻ കിട്ടുന്നു. 2 ഇക്വേഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 24 എന്ന് കിട്ടും. ആ എക്സിൻ്റെ വാല്യൂ വൈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് വൈയുടെ വാല്യൂ 9 എന്നും കിട്ടും. 11ാമതിലെ എ ചോദ്യം, ഇൻ ദ പിക്ചർ ഏരിയാസ് ഓഫ് 2 സ്മോൾ സ്ക്വയേഴ്സ് ആർ 2 സ്ക്വയർ യൂണിറ്റ്സ് ആൻഡ് 3 സ്ക്വയർ യൂണിറ്റ്സ്. 2 സ്ക്വയറുകളുണ്ട്. അവയുടെ ഏരിയ 2 സ്ക്വയർ യൂണിറ്റും 3 സ്ക്വയർ യൂണിറ്റും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ തേർഡ് സ്ക്വയർ. മൂന്നാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ കണക്കാക്കുക. ഹൗ മച്ച് മോർ ഇസ് ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ PQR ദാൻ ദ ഹൈപ്പോട്ടന്യൂസ്. ഈ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡുകളുടെ സം എന്ന് പറഞ്ഞത് ഹൈപ്പോട്ടന്യൂസിൻ്റെ സൈഡിനേക്കാളും എത്ര കൂടുതലാണ്? ഇവിടെ സ്ക്വയറിൻ്റെ ഏരിയ 2 സ്ക്വയർ യൂണിറ്റ് ആയതുകൊണ്ട് PQൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് എടുക്കുക, √2 എന്ന് കിട്ടും. ഇവിടെ 3 സ്ക്വയർ യൂണിറ്റ് ആയതുകൊണ്ട് QRൻ്റെ ലെങ്ത് √3 എന്ന് കിട്ടും. PQ √2, QR √3. PR സ്ക്വയർ കാണാൻ അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് PRൻ്റെ നീളം √5 എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ ആണ്. PR നമുക്ക് എത്രയാണ് കിട്ടിയത്? √5 ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് PR സ്ക്വയർ ആണ്, സൈഡ് ഇൻറ്റു സൈഡ് ആണ്. 5 സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യത്തിൽ പെർപെൻഡിക്കുലർ സൈഡ്സുകൾ ആഡ് ചെയ്യുമ്പോൾ √2 + √3 എന്ന് കിട്ടും. PRൻ്റെ ലെങ്ത് അതായത് ഹൈപ്പോട്ടനസ് √5 ആണ്. അവയുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ √2 + √3 - √5 എന്ന് എഴുതാം. 11ാമത്തെ ക്വസ്റ്റ്യനിലെ ബി ചോദ്യം, ഇൻ ദ പിക്ചർ AD = 2 cm, BD = 1 cm, CD = 1 cm. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC? കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC. അപ്പോൾ ഇവിടെ BC കണക്കാക്കാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. 1² + 1² 2 എന്ന് കിട്ടും. BCയുടെ ലെങ്ത് √2. പെരിമീറ്റർ കാണണമെങ്കിൽ ഒരു സൈഡും കൂടെ നമുക്ക് വേണം. AC സ്ക്വയർ കണക്കാക്കുക. അതായത് 2² + 1². AC എന്ന് പറയുന്ന √5 എന്ന് കിട്ടും. പെരിമീറ്റർ കാണാൻ AB + BC + AC എടുക്കുക. 3 സൈഡും കൂടി കൂട്ടുക. അപ്പോൾ പെരിമീറ്റർ 3 + √2 + √5 എന്ന് കിട്ടും. 12ാമത്തെ ചോദ്യം, ദ പ്രൈസ് ഓഫ് 3 ബാറ്റ്സ് ആൻഡ് 5 ബോൾസ് ഈസ് 950 rupees. ദ പ്രൈസ് ഓഫ് 3 ബാറ്റ്സ് ആൻഡ് 9 ബോൾസ് ഈസ് 1110 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ ബാറ്റ്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ ബോൾ? ഇപ്പോൾ ബാറ്റ്സിനെ എക്സ് എന്നും ബോൾസിനെ വൈ എന്നും എടുത്തുകൊണ്ട് ചെയ്ത് 2 ഇക്വേഷൻ ഫോം ചെയ്യുക.
അപ്പോൾ ഇക്വേഷൻസ് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 40 എന്നും കിട്ടും. അതുപോലെ ആ വൈയുടെ വാല്യൂ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 250 എന്നും കിട്ടും. അപ്പോൾ എക്സ് ആയിട്ട് എടുത്തത് നമ്മളിവിടെ ബാറ്റാണ്. ബാറ്റിന് 250 രൂപയും വൈ ആയിട്ട് എടുത്തത് ബോളാണ്, അതിന് 40 രൂപയും. 13ാമത്തെ ക്വസ്റ്റ്യനിലെ എ ക്വസ്റ്റ്യൻ, ദ പ്രോഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 1540 ആൻഡ് ദിയർ സം ഈസ് 79. കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ജസ്റ്റ് ആഫ്റ്റർ ഈച്ച്. രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് 1540, അവയുടെ സം 79. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകളുടെ തൊട്ടടുത്ത് വരുന്ന സംഖ്യകളുടെ പ്രോഡക്റ്റാണ് കാണേണ്ടത്. അപ്പോൾ സംഖ്യകളുടെ പ്രോഡക്റ്റ് എക്സ് വൈ 1540 എന്നും അതിൻ്റെ സം എക്സ് പ്ലസ് വൈ 79 എന്നും എടുക്കുക. തൊട്ടടുത്ത സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ അടുത്ത സംഖ്യ എക്സ് പ്ലസ് 1 ആണ്, വൈയുടെ അടുത്ത സംഖ്യ വൈ പ്ലസ് 1. രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുക. ഇക്വേഷൻ നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റിയാണ്, അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1620 എന്ന് കിട്ടും ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി ചോദ്യം നോക്കാം. പ്രൂവ് ദാറ്റ് ഫോർ എനി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ദ പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് ഇൻ ദ മിഡിൽ ഈസ് 2 മോർ ദാൻ ദ പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് അറ്റ് ദ എഡ്സ്. അതായത് അടുത്തടുത്തുള്ള 4 എണ്ണൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. അതിൽ മിഡിലിൽ വരുന്ന 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും കണക്കാക്കുക, എൻഡിൽ വരുന്ന 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും കണക്കാക്കുക. അപ്പോൾ ഈ മിഡിലിൽ വരുന്ന നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൻഡിൽ വരുന്ന നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനേക്കാൾ 2 കൂടുതലാണെന്ന് പ്രൂവ് ചെയ്യുക. നമുക്ക് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ട് എടുക്കാം. ഒന്ന് വിധം കൂടി പോകുന്നതിൽ എന്നിട്ട് മിഡിൽ നമ്പേഴ്സിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുക. അതുപോലെ എൻഡ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും എടുക്കുക. എന്നിട്ട് അവയുടെ ഡിഫറൻസ് കണക്കാക്കുക. ഡിഫറൻസ് കണക്കാക്കുമ്പോൾ എല്ലാം വെട്ടിപ്പോയിട്ട് നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ 2 മോർ ആയിട്ട് നമുക്ക് കിട്ടും. 14ാമത്തെ ചോദ്യം നോക്കാം. ഇൻ ദ പിക്ചർ എ ബി സി ഡി ഈസ് എ ട്രപ്പീസിയം. എ ബി സി ഡി ഒരു ട്രപ്പീസിയമാണ്. എ പി ഈസ് ടു പി സി, എ പിയുടെയും പി സിയുടെയും റേഷ്യോ 3:1. ബി ഡി ഈക്വൽസ്, അതുപോലെ ബി ഡി ഈക്വൽസ് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ബി പി ആൻഡ് പി ഡി. ബി പിയുടെ ലെങ്തും കണ്ടുപിടിക്കുക, പി ഡിയുടെ ലെങ്തും കണ്ടുപിടിക്കുക. അപ്പോൾ അതിനകത്ത് എ പി ഈസ് ടു പി സി നമുക്ക് 3:1 തന്നിട്ടുണ്ട്. ബി ഡിയുടെ ലെങ്ത് 12 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഇത് ട്രപ്പീസിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് എഴുതാം. ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി പിയും ട്രയാങ്കിൾ സി ഡി പിയും. എ ബി പി ആൻഡ് സി ഡി പി, ഈ 2 ട്രയാങ്കിൾ, ഈ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. കാരണം 3 സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്നത് കൊണ്ട് ഇത് സിമിലർ ട്രയാങ്കിൾസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി, സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ബി പി ബൈ പി ഡി ഈക്വൽസ് എ പി ബൈ പി സി എന്ന് എഴുതാം. അതായത് ബി പി ബൈ പി ഡി ഈക്വൽസ് 3/1 എന്ന് എഴുതാം. ഇവിടെ ബി പി കണ്ടുപിടിക്കാനായി 3 ഇങ്ങോട്ട് ക്രോസ് ചെയ്തെടുക്കുമ്പോൾ 3 ഇൻറ്റു പി ഡി ഈക്വൽസ് ബി പി ഇൻറ്റു 1 എന്ന് കിട്ടും. ബി പി ഈക്വൽസ് 3 ഇൻറ്റു പി ഡി എന്ന് എഴുതാൻ പറ്റും. ബി ഡി എന്ന് പറയുന്നത് ബി പിയും പി ഡിയും കൂടെ ആഡ് ചെയ്യുന്നതാണ് ബി ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ബി ഡി എന്ന് പറഞ്ഞാൽ ബി പിയും പി ഡിയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബി പിക്ക് പകരം 3 പി ഡി എന്ന് കൊടുക്കുക. അപ്പോൾ 4 പി ഡി എന്ന് കിട്ടും. ബി പിയുടെ ലെങ്ത് നമുക്ക് 12 എന്നുണ്ട്. അപ്പോൾ പി ഡി കണ്ടുപിടിക്കാൻ 12/4 ചെയ്യുക, 3 സെൻറ്റിമീറ്റർ കിട്ടും. ബി പി ഈസ് ഈക്വൽ ടു 12 - 3. ബി പി എന്ന് പറയുന്നത് ബി ഡിയിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ കുറയ്ക്കുക, അതായത് 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 15ാമത്തെ ചോദ്യം നോക്കാം. ഈവൻ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ആസ് ഷോൺ ബിലോ. ഈവൻ നമ്പേഴ്സ് ആണ് ഇവിടെ ഒരു ബോക്സിൽ വരച്ചിരിക്കുന്നത്. മാർക്ക് എനി സ്ക്വയർ ഓഫ് 4 അഡ്ജസൻറ്റ് നമ്പേഴ്സ് ഫ്രം ദിസ് ടേബിൾ ആൻഡ് കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സ്. ഏതെങ്കിലും 4 നമ്പേഴ്സ് വരുന്നൊരു സ്ക്വയർ ബോക്സ് കണ്ടെത്തുക. എന്നിട്ട് അവയുടെ ഡയഗണൽ പ്രോഡക്ട്സ് എടുത്ത് ഡിഫറൻസ് കണക്കാക്കുക. എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര വൈ വി ഗെറ്റ് ദ സെയിം ഡിഫറൻസ് ഫോർ എനി സച്ച് സ്ക്വയർ. എന്തുകൊണ്ടാണ് ഇത് ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. ഈവൻ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ആസ് ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്നത് പോലെ ഈവൻ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. മാർക്ക് എനി സ്ക്വയർ ഓഫ് 4 അഡ്ജസൻറ്റ് നമ്പേഴ്സ്. ഏതെങ്കിലും 4 നമ്പേഴ്സ് ഉൾപ്പെട്ട ഒരു സ്ക്വയർ ബോക്സ് കണ്ടെത്തുക. ആൻഡ് കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രോഡക്ട്സ്. എന്നിട്ട് അവയുടെ ഡയഗണൽ പ്രോഡക്ട്സിൻ്റെ ഡിഫറൻസ് കണക്കാക്കുക. എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് വൈ വി ഗെറ്റ് ദ സെയിം ഡിഫറൻസ് ഫോർ എനി സച്ച് സ്ക്വയർ. ഏത് സ്ക്വയർ എടുത്താലും ഇതേ ഡിഫറൻസ് തന്നെ കിട്ടുന്നത് എന്തെന്ന് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് 4 നമ്പേഴ്സ് ഉള്ളൊരു സ്ക്വയർ ഇതായി എടുത്തു. 2, 4, 10, 12. ഡയഗണൽ പ്രോഡക്റ്റ് എടുക്കാം. 2ഉം 12ഉം 24. അതുപോലെ 4ഉം 10ഉം കൂടി പ്രോഡക്റ്റ് എടുക്കുക, 40. അവയുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 16 എന്ന് കിട്ടും. ഇനി ഓൾജിബ്ര ഉപയോഗിക്കാൻ വേണ്ടി എക്സ് കൊണ്ടുവരാം. ഇവിടെ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2നോട് 2 കൂട്ടിയാലാണ് 4. അപ്പോൾ എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് 2 ആണ്. 2നോട് 8 കൂട്ടിയാൽ 10. അപ്പോൾ എക്സ് പ്ലസ് 8. വീണ്ടും അതിനോട് 2 കൂട്ടിയാൽ 12. അപ്പോൾ 8നോട് 2 കൂട്ടുമ്പോൾ 10. എന്നിട്ട് ഇതിൻ്റെ ഡയഗണൽ പ്രോഡക്റ്റ് എടുക്കുക. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 10, അതുപോലെ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 8. ഇനി നമുക്ക് അവയുടെ ഡിഫറൻസ് കണക്കാക്കാം. ഡിഫറൻസ് കണക്കാക്കുമ്പോൾ ഒരുപോലുള്ള ടേമുകളൊക്കെ ക്യാൻസലായി പോവും. നമുക്ക് ഡിഫറൻസ് എത്ര തന്നെ കിട്ടും? 16 തന്നെ കിട്ടും. 16ാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് 13 ആസ് ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. 13ന് 2 ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതുക. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 13 സ്ക്വയർ സെൻറ്റിമീറ്റർ. 13 സ്ക്വയർ സെൻറ്റിമീറ്റർ വരുന്നൊരു സ്ക്വയറും വരയ്ക്കുക. അപ്പോൾ നമുക്ക് 13നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 13ന് 2 സംഖ്യകളുടെ തുകയായിട്ട് 7ഉം 6ഉമായിട്ട് കൂട്ടാം.
വേറെ നമ്പർ കൂട്ടിയാലും കിട്ടും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് ഈ 7 - 6ൻ്റെ ഡിഫറൻസ് 1 തന്നെ ആയിരിക്കണം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് കൂട്ടിയാൽ 13 കിട്ടണം. അവ തമ്മിലുള്ള ഡിഫറൻസ് 1 ആണെങ്കിൽ നമുക്ക് 13നെ 7² - 6² എന്ന് എഴുതാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. അതായത് 13 ഏരിയ വരുന്ന സ്ക്വയർ വരയ്ക്കണം. അതിനായിട്ട് ആദ്യം നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അതിൻ്റെ ബേസ് 6 ഹൈപ്പോട്ടനസ് 7 90 ഡിഗ്രി വരച്ച് ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ക്വയറിന് ഈ ഒരു സൈഡിൻ്റെ നീളം 13 കിട്ടും. √13 നിങ്ങൾ കറക്റ്റായിട്ട് മെഷർ എടുത്ത് വരയ്ക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മൾ ഈ √13 ഇതേ അളവിൽ വെച്ചിട്ടുള്ള എന്ത് വരച്ചു കൊടുക്കുക, സ്ക്വയർ വരച്ചു കൊടുക്കുക. 17ാമത്തെ ചോദ്യം, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 36 cm ആൻഡ് ദ റെക്ടാംഗിൾ വിത്ത് ത്രൈസ് ദ ലെങ്ത് ആൻഡ് 5 times the breadth has perimeter 136 cm. ഒരു റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ 36 സെൻറ്റിമീറ്ററും അതുപോലെ മറ്റൊരു റെക്ടാങ്കിൾ ആദ്യം ഉണ്ടായിരുന്ന റെക്ടാങ്കിളിൻ്റെ ലെങ്തിൻ്റെ 3 ഇരട്ടി ലെങ്തും അതുപോലെ ബ്രെഡ്ത്ത് 5 ഇരട്ടിയുമായാൽ പെരിമീറ്റർ 136 ആയി. അങ്ങനെയാണെങ്കിൽ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യുക. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രകാരം കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ. ആദ്യത്തെ റെക്ടാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും കണക്കാക്കുക. അപ്പോൾ ആദ്യത്തെ റെക്ടാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് എക്സും വൈ എന്നും എടുക്കാം. പെരിമീറ്റർ 36 തന്നിട്ടുണ്ട്. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 × L+B ആണ്. അത് 36 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് L+B എന്ന് പറയുന്നത് 36/2 എന്ന് എഴുതാം. എല്ലിൻ്റെയും ബിയുടെയും വാല്യൂ നമ്മൾ എക്സും വൈയും ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി പറഞ്ഞിട്ടുള്ളത് മറ്റൊരു റെക്ടാങ്കിൾ ഉണ്ട്. ആദ്യത്തെ റെക്ടാങ്കിളിൻ്റെ ലെങ്തിൻ്റെ 3 ഇരട്ടി ലെങ്തും ബ്രെഡ്ത്തിൻ്റെ 5 ഇരട്ടി ബ്രെഡ്ത്തുമാണ്. അപ്പോൾ 3x 5y എന്നും കിട്ടും. അവിടെയും നമ്മൾ ഈ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എടുക്കുക. അതിൻ്റെ പെരിമീറ്റർ 136 ആകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലിൻ്റെ പ്ലേസിൽ 3x ബിയുടെ പ്ലേസിൽ 5y കൊടുക്കുമ്പോൾ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ കിട്ടുന്നതാണ്. 3x + 5y = 136/2 എന്ന് കിട്ടും. അതായത് 3x + 5y = 68 എന്ന്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇക്വേഷനിൽ നമുക്ക് x + y = 18 എന്നായിരുന്നു. ഇവിടെ 3x 5y ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3x + 3y = 54 എന്ന് കിട്ടും. രണ്ട് ഇക്വേഷൻസ്, മൂന്നാമതൊരു പുതിയ ഇക്വേഷനാണ് കിട്ടിയത്. അപ്പോൾ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 7 എന്നും ആ വൈയുടെ വാല്യൂ നമുക്ക് ഈ x + y = 18 എന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 11 എന്നും കിട്ടും. അതായത് ലെങ്ത് 11 കിട്ടും, ബ്രെഡ്ത്ത് 7 കിട്ടും. 17ാമത്തെ ചോദ്യത്തിൻ്റെ ബി ചോദ്യം, എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 2 to its numerator becomes 1/2 if instead 1 subtracted from denominator and then simplified it becomes 1/3. What is the fraction? ഒരു ഫ്രാക്ഷനെ അതിൻ്റെ ന്യൂമറേറ്ററിനോട് കൂടി 2 ആഡ് ചെയ്തപ്പോൾ 1/2 ആയിട്ട് മാറി. അതേ ഫ്രാക്ഷനെ തന്നെ അതിൻ്റെ ഡിനോമിനേറ്ററിൽ നിന്ന് 1 കുറച്ചപ്പോൾ 1/3 എന്നും കിട്ടി. ഫ്രാക്ഷൻ ഏതെന്ന് കണ്ടെത്താം. നമുക്ക് x/y ആണ് ഫ്രാക്ഷൻ എന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററിനോട് 2 ആഡ് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ്റെ ഫോം ഇങ്ങനെയാവും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2 × x + 2 = 1 × y എന്ന് എഴുതും. അതായത് വൈയുടെ വാല്യൂ 2x + 4 എന്ന് എഴുതാം. അടുത്തതായത് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 1/3 ആയിട്ട് മാറും. ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3 × x = 1 × y - 1 എന്ന് കിട്ടും. 3x = y - 1. ഇവിടെ വൈയുടെ വാല്യൂ നമ്മൾ ഇവിടുത്തെ ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. 2x + 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 2xനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 4 - 1 3 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ നമുക്ക് ഒരു ഇക്വേഷൻ ഇട്ട് കണ്ടെത്താം. അപ്പോൾ വൈയുടെ വാല്യൂ 10 എന്ന് കിട്ടും. അതായത് ഫ്രാക്ഷൻ 3/10 ആണ്. 18ാമത്തെ ചോദ്യം നോക്കാം. ഇൻ ദ പിക്ചർ PQR ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCയുടെ മിഡ് പോയിന്റുകളാണ് Pയും Qവും Rഉം. XYZ ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ PQR. അതുപോലെ PQR എന്ന ട്രയാങ്കിളിൻ്റെ മിഡ് പോയിന്റുകളാണ് X, Y, Z. XY 5 സെൻറ്റിമീറ്റർ എന്നുണ്ട്, YZ 6 സെൻറ്റിമീറ്റർ എന്നുണ്ട്, XZ 8 സെൻറ്റിമീറ്റർ എന്നുണ്ട്. നമുക്ക് PQ ആണ് കണക്കാക്കേണ്ടത്. PQ എന്ന് പറയുന്നത് ഇതാണ്. ഈ PQവും XZും മിഡ് പോയിന്റുകൾ യോജിപ്പിക്കുന്ന ലൈൻ അതിൻ്റെ തേർഡ് സൈഡിന് പാരലലാണ്, അതുപോലെ അതിൻ്റെ പകുതിയാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 8ന് ഇരട്ടിയായിട്ട് വരും PQൻ്റെ ലെങ്ത്. അപ്പോൾ PQൻ്റെ ലെങ്ത് 8ൻ്റെ ഇരട്ടി എത്രയാണ്? 16 സെൻറ്റിമീറ്റർ. രണ്ടാമത്തത് ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് PQR. PQRന് നമുക്ക് PQ മാത്രമാണ് ഉള്ളത്. ഇനി നമുക്ക് PR കണക്കാക്കാം. PR എന്ന് പറയുന്നത് YZൻ്റെ ഇരട്ടിയായിട്ട് വരും. Rൻ്റെ ഇരട്ടി എത്രയാണ്? 12. അതുപോലെ RQ എന്ന് പറയുന്നത് XYയുടെ ഇരട്ടിയായിട്ട് വരും. 5ന് ഇരട്ടി 10. ഓക്കെ, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 3 സൈഡ്സും കൂടെ ആഡ് ചെയ്യുക. ഇനി അടുത്ത ചോദ്യം, ഹൗ മെനി ടൈംസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ XYZ ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഈ XYZ എന്ന് പറയുന്ന ഈ കുഞ്ഞു ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ എത്ര ഇരട്ടിയായിട്ട് വരും ഈ പുറത്തിരിക്കുന്ന വലിയ ട്രയാങ്കിൾ ABCയുടെ ഏരിയ? അപ്പോൾ ഇവിടെ കാണുന്ന 4 ട്രയാങ്കിൾസിൻ്റെ ഏരിയയും ഈക്വലാണ്. ഈ 4 ട്രയാങ്കിൾസിൻ്റെ ഏരിയയും ഈക്വലാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ PXY, QYZ, XRZ, XYZ ആർ ഈക്വൽ. അതായത് ഈ വലിയ ട്രയാങ്കിൾ, ഈ അകത്തിരിക്കുന്ന PRQ എന്ന് പറയുന്നത് 4 × ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് തുല്യമാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR എന്ന് പറയുന്നത് 4 × ഏരിയ ഓഫ് ട്രയാങ്കിൾ XYZ. ഇനി ഇതാ ഈ ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞാൽ അതിന് 4 ട്രയാങ്കിൾസ് ഉണ്ട്. 1, 2, ഈ ഒരു
ട്രയാങ്കിൾ 3, ഇത് 4. അങ്ങനെ ആ 4 ട്രയാങ്കിൾസിൻ്റെ ഏരിയയും എന്താണ്, ഈക്വലാണ്. അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ ഏരിയയുടെ ABC ഏരിയ എന്ന് പറയുന്നത് 4 ഇൻറ്റു ഈ PQRൻ്റെ ഏരിയയ്ക്ക് തുല്യമാണ് അല്ലേ. 4 ഇൻറ്റു ഏരിയ ഓഫ് PQRൻ്റെ ഏരിയ നമ്മൾ 4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ XYZ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 ഇൻറ്റു 4 16. ചെറിയ ഉള്ളിലിരിക്കുന്ന ട്രയാങ്കിൾ ആയിട്ടുള്ള XYZൻ്റെ 16 ഇരട്ടിയാണ് വലിയ പുറത്തിരിക്കുന്ന ട്രയാങ്കിൾ ABCയുടെ ഏരിയ. 19ാമത്തെ ചോദ്യം, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 44 cm ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 112 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. എ ന്യൂ റെക്ടാംഗിൾ ഈസ് ഫോർഡ് ബൈ ഡിക്രീസിംഗ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് 4 cm ഈച്ച്. ഒരു റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ 44 അതിൻ്റെ ഏരിയ 112 ഒരു പുതിയ റെക്ടാംഗിൾ ഫോം ചെയ്യുകയാണ്. അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും 4 cm വെച്ച് കുറയ്ക്കുമ്പോൾ ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ന്യൂ റെക്ടാംഗിൾ. പുതിയ റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ കണക്കാക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ന്യൂ റെക്ടാംഗിൾ. അപ്പോൾ നമുക്ക് തന്നിരുന്ന റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ 44 ഏരിയ 12 ലെങ്ത് നമുക്ക് X എന്നും ബ്രെഡ്ത്ത് Y എന്നും എടുക്കാം. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2 × L+B എന്നാണ്, അതായത് X+Y എന്ന് കൊടുക്കുക. അപ്പോൾ X+Y 22 എന്ന് കിട്ടും. ഏരിയ എന്ന് പറയുന്ന ലെങ്തിൻ്റെ ബ്രെഡ്ത്താണ്, അത് 112 അത് XY ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുതിയ റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ ആണ് ആദ്യം. പുതിയ റെക്ടാംഗിളിൻ്റെ പ്രത്യേകത ലെങ്തും ബ്രെഡ്ത്തും 4 cm വീതം കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇവിടെ L X-4 ആവും, ബ്രെഡ്ത്ത് Y-4 ആവും. 2 × L+B ചെയ്യുക. അപ്പോൾ നമുക്ക് X+Y -8 എന്ന് കിട്ടും. X+Yയുടെ പ്ലേസിൽ 22 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെരിമീറ്റർ, പുതിയ റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ 28 എന്ന് കിട്ടും. ഇനി പുതിയ റെക്ടാംഗിളിൻ്റെ ഏരിയ ആണ് കണക്കാക്കേണ്ടത്. ലെങ്ത് X-4 ബ്രെഡ്ത്ത് Y-4 ആണ്. നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി ഇവിടെ ഇട്ട് കൊടുക്കുക. അവിടെ എല്ലാത്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 40 എന്ന ആൻസർ കിട്ടും. 20ാമത്തെ ചോദ്യം നോക്കാം. ഇൻ ദ പിക്ചർ എ പാരലലോഗ്രാം ABCD, ദ ലൈൻ ത്രൂ the point P on AB parallel to BC meets at AC at Q. The line through Q parallel to AB meets AD at R. Using triangles ABC and ACD, prove that AP by PB equals AR by RD. ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABCയിൽ PQയും BCയും പാരലലാണ്. PQ ഇവിടെ PQയും BC എവിടെ BCയും പാരലലാണ്. അപ്പോൾ നമുക്ക് റേഷ്യോ എങ്ങനെ എഴുതാം? AP by PB equals AQ by QC എന്ന് എഴുതാം. അതുപോലെ ട്രയാങ്കിൾ ADC കൺസിഡർ ചെയ്യുമ്പോൾ QR ആർക്ക് പാരലലാണ്? ABക്ക് പാരലലാണ്. QR ABക്ക് പാരലലാണ്. അതുപോലെ AB ഏതിനും പാരലലാണ്? CDക്കും പാരലലാണ്. അങ്ങനെയാകുമ്പോൾ QRും CDയും പാരലാവും. അപ്പോൾ നമുക്ക് അവിടെയും റേഷ്യോ എഴുതാം. AQ by QC equals AR by RD. അപ്പോൾ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇത് രണ്ടിൽ നമുക്ക് AQ by QC കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AP by PB AR by RDക്ക് തുല്യമായിട്ട് കിട്ടും. 20ാമത്തെ ചോദ്യത്തിൻ്റെ B ചോദ്യം നോക്കാം. എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഡ്രോൺ വിത്ത് മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് ഇറ്റ് സ്ക്വയർ കോർണർ ആസ് വേർട്ടിസസ്. ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചാണ് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിരിക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ ക്വാഡ്രിലാറ്ററൽ ഈസ് എ റെക്ടാങ്കിൾ. ഇതൊരു റെക്ടാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABC ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. അതായത് ട്രയാങ്കിൾ ABCയുടെ ഏരിയയുടെ എത്ര ആയിട്ട് വരും റെക്ടാങ്കിൾ APQRൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് Pയും Qയും Rഉം AC BC AB തുടങ്ങിയ 3 വശങ്ങളുടെ മിഡ് പോയിന്റുകളാണ് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ PQ എന്തിന് പാരലാണ്? ABക്ക് പാരലാണ്. PQ പാരലൽ AB. അതുപോലെ PQൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈൻ അല്ലേ. അപ്പോൾ PQൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ABയുടെ പകുതിയായിട്ട് എഴുതാം. PQ = ½ ഓഫ് AB, അതായത് AR ആണ്. ABയുടെ പകുതി എന്ന് പറയുന്നത് AR ആണ്. അതായത് PQയും ARഉം തുല്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് QRും ACയും പാരലായിട്ടും കിട്ടും. QRൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ACയുടെ പകുതിയായിട്ടും കിട്ടും. ACയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഏതാണ്? AP. അപ്പോൾ QR = AP അല്ലെങ്കിൽ PA. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഈ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്നും കിട്ടി, ഈക്വൽ ആണെന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ ARPQ എന്നാണ് ഒരു പാരലലോഗ്രാമാണ്. പിന്നെ ഈ ക്വാഡ്രിലാറ്ററിനകത്ത് ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പാരലലോഗ്രാമിനകത്ത് ഒരു ആംഗിൾ 90 ഡിഗ്രി വരികയാണെങ്കിൽ അതെന്താണ്? റെക്ടാങ്കിൾ ആണ്. 21st ക്വസ്റ്റ്യൻ ഒരു ഡ്രോയിങ് ആയിരുന്നു. ഇനി നമുക്ക് 22ാമത്തെ ചോദ്യം നോക്കാം. ഇൻ ദ പിക്ചർ ട്രയാങ്കിൾ ABC ഈസ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ABC ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതായത് ഇവിടെ എല്ലാം എന്താണ്? 2 ആണ്. അപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 1 വരും. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് CD. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CD-യുടെ ലെങ്ത് ആണ്. അതായത് CD² എന്ന് പറയുന്നത് 2² നിന്ന് എന്ത് ചെയ്യുക? 1² മൈനസ് ചെയ്ത് നോക്കുക. 4 - 1 എന്ന് വരും, അതായത് 3 എന്ന് വരും. അതായത് CD-യുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാവും? √3 എന്നാവും. CD-യുടെ ലെങ്ത് √3 ആണ്. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ACD. ACDയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. അതായത് 1ഉം √3ഉം 2ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 1 + 2 3 എന്ന് കിട്ടും. √3യുടെ വാല്യൂ 1.73 ആഡ് ചെയ്യുമ്പോൾ 4.732 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതൊരു മില്ലിമീറ്ററിൽ കറക്റ്റാക്കി എഴുതാൻ പറഞ്ഞാൽ 10 കൊണ്ട് ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സെൻറ്റിമീറ്റർ എന്തായിട്ട് മാറും? മില്ലിമീറ്റർ ആയിട്ട് മാറും.
മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ദാൻ ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ സി ഡി. അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്റർ കണക്കാക്കുക, ട്രയാങ്കിൾ എ ഡി സിയുടെ പെരിമീറ്റർ കണക്കാക്കുക, അവിടെ ഡിഫറൻസ് എടുക്കുക. എ ഡി സിയുടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 4.732 സെൻറ്റിമീറ്ററിൽ 4.732 ആണ്. എ ബി സിയുടെ പെരിമീറ്റർ എല്ലാ സൈഡും 2 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ 6 കിട്ടും. അപ്പോൾ ഡിഫറൻസ് 6 - 4.732 ചെയ്ത് നോക്കുമ്പോൾ 1.268 എന്ന് കിട്ടും. 22ാമത്തെ ചോദ്യത്തിന്റെ ബി ചോദ്യം നോക്കാം. ഇൻ ദ പിക്ചർ റൈറ്റ് ട്രയാങ്കിൾസ് ആർ ഡ്രോൺ ഇൻ എ സ്പെസിഫിക് പാറ്റേൺ. ഇഫ് യു കൗണ്ട് ദ ട്രയാങ്കിൾസ് ഫ്രം ദ ബോട്ടം ഫൈൻഡ് ദ ഹൈപ്പോട്ടനീസ് ഓഫ് ദ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ. ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനീസ് കണക്കാക്കുക. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സ് 1 1 ആണ്. ഹൈപ്പോട്ടനീസിന്റെ സ്ക്വയർ കണക്കാക്കാൻ 1² + 1² അതായത് 2 എന്ന് കിട്ടും. അതായത് ഹൈപ്പോട്ടനീസ് √2 എന്ന് കിട്ടും. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി സെക്കൻഡ് ട്രയാങ്കിൾ കറക്റ്റ് ടു എ മില്ലിമീറ്റർ. സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് 1 √2 √3 ആണ്. അപ്പോൾ പെരിമീറ്റർ കാണാൻ ഇത് 3 കൂടി ആഡ് ചെയ്യുക. √2ൻ്റെ √3യുടെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് 4.14 എന്ന് കിട്ടും. കറക്റ്റ് സെൻറ്റിമീറ്റർ ആണോ എന്നൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് 4.1 മില്ലിമീറ്റർ എന്ന് തന്നെ കൊടുക്കാം. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ. 10th ട്രയാങ്കിളിൻ്റെ സൈഡ്സുകൾ ഏതൊക്കെയായിരിക്കും? 1 √10 √11. 23ാമത്തെ ചോദ്യം നോക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് ലാർജർ ഓഫ് 2 നമ്പേഴ്സ് ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 ഈസ് 390. 2 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ലാർജർ നമ്പറിനോട് കൂടി 1 കൂട്ടുകയും സ്മോളർ നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുകയും ചെയ്ത് പ്രോഡക്റ്റ് എടുത്തപ്പോൾ 390 കിട്ടി. ദ പ്രോഡക്റ്റ് ഓഫ് ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ഈസ് 408. ലാർജർ നമ്പറിൽ നിന്ന് 1 കുറയ്ക്കുകയും സ്മോളർ നമ്പറിനോട് 1 കൂട്ടുകയും ചെയ്ത് പ്രോഡക്റ്റ് എടുത്തപ്പോൾ 408 എന്ന് കിട്ടി. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണക്കാക്കുക. ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ്. നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കണക്കാക്കുക. ലാർജർ നമ്പർ എക്സ് എന്നും സ്മോളർ നമ്പർ വൈ എന്നും എടുക്കാം. അപ്പോൾ 1 കൂട്ടുകയും 1 കുറയ്ക്കുകയും ചെയ്ത് പ്രോഡക്റ്റ് എടുത്തപ്പോൾ 390 എന്ന് കിട്ടി. ഐഡൻറ്റിറ്റി ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. xy - x - y = 391. അതുപോലെ ലാർജർ നമ്പറിൽ നിന്ന് 1 കുറച്ചു, സ്മോളർ നമ്പറിൽ നിന്ന് 1 കൂട്ടി, പ്രോഡക്റ്റ് എടുത്തു, 408 കിട്ടി. ഐഡൻറ്റിറ്റി ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. ഈ 2 ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ xyയുടെ വാല്യൂ 400 എന്നും 2 ഇക്വേഷൻസ് കൂടെ മൈനസ് ചെയ്യുമ്പോൾ x - yയുടെ വാല്യൂ 9 എന്നും കിട്ടും. അതായത് പ്രോഡക്റ്റ് നമുക്ക് 400 എന്നും കിട്ടും. അത് ഒന്നാമത്തിൻ്റെ ആൻസർ. രണ്ടാമത്തെ പാർട്ടിൻ്റെ ആൻസർ ഡിഫറൻസ് എന്താണ്? 9 എന്നും കിട്ടും. 24ാമത്തെ ചോദ്യത്തിലെ എ ചോദ്യം നോക്കാം. ഇൻ ദ പിക്ചർ ട്രയാങ്കിൾ പി ക്യു ആർ ഡ്രോൺ ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ മിഡ് പോയിന്റുകളായ പി ക്യു ആർ യോജിപ്പിച്ചുണ്ടാക്കിയ ഒരു ട്രയാങ്കിളാണ് ഇവിടെ പി ക്യു ആർ എന്ന് തന്നിരിക്കുന്നത്. അതുപോലെ ബി ക്യു ഈസ് ദ മീഡിയൻ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ ഒരു മീഡിയനാണ് ബി ക്യു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രൂവ് ദാറ്റ് ദ മീഡിയൻ ബി ക്യു ബൈസെക്ട്സ് പി ആർ. ബി ക്യു പി ആറിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ക്യു എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ഓഫ് ബി സി എന്ന് എഴുതാം. പി ക്യു ബി സിയുടെ പകുതിയാണ്. മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈനാണ്. അപ്പോൾ പി ക്യു പാരൽ ബി സി ആണ്. പി ക്യുവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബി സിയുടെ പകുതിയാണ്. ബി സിയുടെ പകുതി എന്ന് പറയുന്നത് എന്താണ്? ബി ആർ ആണ്. അപ്പോൾ പി ക്യു ഈക്വൽസ് ബി ആർ എന്ന് എഴുതാം. അതുപോലെ ക്യു ആറിൻ്റെ ലെങ്ത് ക്യു ആർ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ ബി ആണ്. അതുപോലെ ക്യു ആർ എ ബിക്ക് പാരലൽ ആണല്ലോ. ക്യു ആർ ഈക്വൽസ് ഹാഫ് ഓഫ് എ ബി. ഹാഫ് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? പി ബി ആണ്. അപ്പോൾ നമുക്ക് ഈ പി ക്യു ബി ആർ ഒരു പാരലലോഗ്രാം ആയിട്ട് കിട്ടും. ഒരു പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡയഗണൽസ്, ഇവിടുത്തെ ഡയഗണൽസ് ആയിട്ട് വരുന്നത് ബി ക്യുവും പി ആറും ആണ്. അതായത് പി ക്യു ആരെ ബൈസെക്റ്റ് ചെയ്യുന്നു പി ആർ, മീഡിയനായ ബി ക്യു പി ആറിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് കിട്ടും. 24ാമത്തെ ചോദ്യത്തിൻ്റെ ബി ചോദ്യം, ഇൻ ട്രയാങ്കിൾ എ ബി സി ദ ലൈൻ പാരലൽ ടു എ സി ത്രൂ പി ഓൺ ബി സി മീറ്റ്സ് എ ബി അറ്റ് ക്യൂ. ദ ലൈൻ പാരലൽ ടു എ പി ത്രൂ ക്യൂ meets BC at R. BQ equals 6 cm, QA equals 4 cm. BP is to PC equals dash. BPയും PCയും തമ്മിലുള്ള റേഷ്യോ കണക്കാക്കുക. ട്രയാങ്കിൾ എ ബി സി നോക്കൂ. ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സിക്കകത്ത് QPയും AC-യും പാരലലാണ്. QPയും AC-യും പാരലലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് റേഷ്യോ എഴുതാൻ പറ്റും? BP by PC ഈക്വൽസ് എങ്ങനെ എഴുതാം? BP by PC ഈക്വൽസ് BQ by Q എന്ന് എഴുതാൻ പറ്റും. അതായത് BP ഈസ് ടു PC എന്ന് പറയുന്നത് ഇവിടെ BQൻ്റെയും Qയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ 3/2 എന്ന് ചെറുതാക്കാം, 3:2 എന്ന് എഴുതാം. അതുപോലെ BP എന്ന് പറയുന്നത് 3/5 ഓഫ് PC ആണ്. ബി സിയുടെ മൊത്തത്തിലുള്ള ലെങ്ത് എത്രയെന്നാണ് തന്നിരിക്കുന്നത്? 15 ആണെങ്കിൽ, BC 15 ആണെങ്കിൽ ലെങ്ത് BPയും PCയും കണ്ടുപിടിക്കുക. അപ്പോൾ BPയുടെയും PCയുടെയും റേഷ്യോ ഇവിടെ 3:5 ആണ്, 3:2 ആണ്. അതായത് 2 3 കൂടെ കൂട്ടുമ്പോൾ 5. 3/5 ഓഫ് BC ആണ് PP എന്ന് പറയുന്നത്. അതായത് 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. PCയുടെ ലെങ്ത് 15 നിന്ന് 9 മൈനസ് ചെയ്യുക. മൂന്നാമത്തെ കാണേണ്ടത് BR ഈസ് ടു RP ആണ്. അപ്പോൾ ട്രയാങ്കിൾ ABP നോക്കുമ്പോൾ QR പാരലൽ AP ആണെന്ന് കിട്ടും. അവിടെ നമുക്ക് റേഷ്യോ കൊടുക്കാം. BR by RP എന്ന് പറയുന്നത് BQ by QAക്ക് തുല്യമാണ്. BQ by QA എന്താണ്? 6/4 ആണ്. അതും 3:2 തന്നെയാണ്. 25ാമത്തെ ചോദ്യം നോക്കാം. ദ പ്രൈസ് ഓഫ് 7 ബാഗ്സ് ആൻഡ് 3 അംബ്രലാസ് ഈസ് 3,690 rupees.
7 ബാഗുകളുടെയും 3 കുടകളുടെയും വില 3690 രൂപ. ദ പ്രൈസ് ഓഫ് 3 ബാഗ്സ് ആൻഡ് 7 അംബ്രല്ലാസ്. 3 ബാഗിൻ്റെയും 7 അംബ്രല്ലാസിൻ്റെയും വില 3010 രൂപ. റൈറ്റ് 2 ഇക്വേഷൻസ്, 2 ഇക്വേഷൻസ് എഴുതുക. ഫൈൻഡ് ദ പ്രൈസ് ഓഫ് ബാഗ് ആൻഡ് പ്രൈസ് ഓഫ് അംബ്രല്ല. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് 7x + 3y = 3690, 3x + 7y = 3010 എന്ന് കിട്ടും. നമുക്ക് എക്സോ വൈയോ ഒരുപോലെ ആക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് എക്സിൻ്റെ കൂടെയുള്ള നമ്പേഴ്സിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇൻഡ്യൂ ചെയ്ത് എഴുതാം. 3 കൊണ്ട് ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ഇൻഡ്യൂ ചെയ്ത് എഴുതുക. അതുപോലെ 7 കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ കംപ്ലീറ്റ് ഇൻഡ്യൂ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 2 പുതിയ ഇക്വേഷൻസ് കിട്ടും. അതിൽ നിന്ന് 4ാമത്തെ ഇക്വേഷനിൽ നിന്ന് 3ാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. ആ വൈയുടെ വാല്യൂ എടുത്ത് ഒരു ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂയും കിട്ടും. അപ്പോൾ എക്സ് ഇവിടെ 420 കിട്ടും, വൈയുടെ വാല്യൂ ഇവിടെ 250 കിട്ടും. 26ാമത്തെ ചോദ്യത്തിലെ എ ചോദ്യം, വെൻ ഈച്ച് ഓഫ് 2 നമ്പേഴ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ 2, 2 നമ്പേഴ്സ് 2 വെച്ച് കൂട്ടുമ്പോൾ 2 വീതം കൂട്ടുമ്പോൾ ദ പ്രോഡക്റ്റ് ബിക്കംസ് 1053. പ്രോഡക്റ്റ് 1053 ആവും. വെൻ ഈച്ച് ഈസ് ഡിക്രീസ്ഡ് ബൈ 2, 2 നമ്പേഴ്സും 2 വീതം കുറയ്ക്കുമ്പോൾ പ്രോഡക്റ്റ് 805 ആവും. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്? നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണക്കാക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ദ നമ്പേഴ്സ്? നമ്പേഴ്സിൻ്റെ സം കണക്കാക്കുക. അപ്പോൾ 2 നമ്പേഴ്സും എന്താണ്, വെൻ 2 നമ്പേഴ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ 2, 2 നമ്പറും 2 വെച്ച് കൂട്ടുക. 2 നമ്പേഴ്സും 2 വീതം കൂടുമ്പോൾ ഇതാ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ 2 വീതം കുറയ്ക്കുമ്പോൾ ഇങ്ങനെയും. ഈ 2 ഐഡൻറ്റിറ്റി ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. ഈ 2 ഇക്വേഷൻസ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എക്സ് വൈയുടെ വാല്യൂ 925 എന്ന് കിട്ടും. അതായത് പ്രോഡക്റ്റ് 925 എന്നും കിട്ടും. ഈ 2 ഇക്വേഷൻസ് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എന്താണെന്നും കിട്ടും, 62 എന്നും കിട്ടും. 26ാമത്തെ ചോദ്യത്തിലെ ബി ചോദ്യം, ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ. ഒരു റെക്ടാംഗിളിൻ്റെ ലെങ്ത് 1 മീറ്റർ കുറഞ്ഞു. ആൻഡ് ബ്രെഡ്ത്ത് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ. ബ്രെഡ്ത്ത് 1 മീറ്റർ കൂട്ടി. ദ ഏരിയ വുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 16 സ്ക്വയർ മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏരിയ 16 സ്ക്വയർ മീറ്റർ കൂടും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്ടാംഗിൾ? ആദ്യത്തെ റെക്ടാംഗിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് കണക്കാക്കുക. ദ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1, ലെങ്ത് 1 മീറ്റർ കൂടുകയും ആൻഡ് ബ്രെഡ്ത്ത് ഡിക്രീസ്ഡ് ബൈ 1, ബ്രെഡ്ത്ത് 1 മീറ്റർ കുറയ്ക്കുകയും ചെയ്താൽ ഏരിയ എത്ര വിധം ഡിക്രീസ് ആവും? അപ്പോൾ ലെങ്ത് 1 കുറഞ്ഞു, ലെങ്തും ബ്രെഡ്ത്തും എന്താണ്, 1 മീറ്റർ വെച്ച് കുറയ്ക്കുകയാണ് അല്ലേ. ലെങ്ത് 1 മീറ്റർ കുറയുകയും ബ്രെഡ്ത്ത് 1 മീറ്റർ കൂട്ടുകയും ചെയ്തു. അങ്ങനെ ആകുമ്പോൾ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? അതിൻ്റെ ഏരിയ എത്ര വിധം കൂടുമെന്ന്. ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ്, അത് 16 വിധം കൂടും. പ്രോഡക്റ്റ് എടുക്കണ്ട, ഇവിടെ ഇത് ഈ ലെങ്തും ബ്രെഡ്ത്തും കൂടെ ഇൻഡ് ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ 16 വീതം കൂടുന്നതാണ്. ഈ ഐഡൻറ്റിറ്റി ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് എക്സ് വൈയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ എക്സ് മൈനസ് വൈയുടെ വാല്യൂ 17 എന്ന് കിട്ടും. ഇനി എന്താണ്, ഈ ലെങ്ത് 1 കൂടുകയും ബ്രെഡ്ത്ത് 1 കുറയ്ക്കുകയും ചെയ്താൽ എന്താണ്, ഈ ഐഡൻറ്റിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ -1 എന്ന് കിട്ടും. വാല്യൂസ് കൊടുക്കുമ്പോൾ എക്സ് വൈ -18 എന്ന് കിട്ടും. അതായത് ഇവിടുത്തെ ഏരിയ ഡിക്രീസ് ചെയ്യുന്നത് 18 ആണ്.